നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളും സ്വീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരേ സംഭവത്തിന് വിവിധതരം പ്രതികരണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നടത്താറുണ്ട്. ഈ പ്രതികരണങ്ങളൊക്കെയും നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തിയെടുക്കുക. പല അനുഭവങ്ങളും പല മനുഷ്യരെയും ഉടച്ചു വാർക്കുകയും പല മനുഷ്യരുടെ ജീവിതത്തെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും തങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പരുഷമായി സംസാരിക്കുവാനും മറ്റുള്ളവരെ മാറ്റി നിർത്തുവാനും ഇതൊക്കെ കാരണമായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, അതൊരു തിളച്ച വെള്ളമായിട്ട് നമ്മളതിനെ പരിഗണിക്കുകയാണെങ്കിൽ, ആ തിളച്ച വെള്ളത്തിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിടുകയാണെങ്കിൽ അത് അത്യാവശ്യത്തിന് കാഠിന്യമുള്ള ഒരു വസ്തുവാണ്. തിളച്ച വെള്ളത്തിൽ കിടന്ന് ഈ ഉരുളക്കിഴങ്ങ് വെന്ത് അലിഞ്ഞ് ഇല്ലാതാവുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത്രയും കട്ടിയുള്ള കാഠിന്യമുള്ള ഒരു സാധനം അലിഞ്ഞ് ഇല്ലാതാവുന്നു. ചില മനുഷ്യരെ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുമ്പോൾ അത് അവരെ ഉടച്ചു വാർക്കും, അവരെ തകർത്ത് കളയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ അലിഞ്ഞു പോകുന്ന, തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ തിളച്ച അതേ പ്രശ്നത്തിലേക്ക് തന്നെ ഒരു അകമേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ട എടുത്തിടുകയാണെങ്കിൽ അതൊരു പക്ഷേ അത് ഹാർഡായിട്ട് മാറും. എത്രമാത്രം അതിനെ തിളപ്പിക്കുന്നുവോ, എത്രമാത്രം അതിന് ചൂട് അനുഭവപ്പെടുന്നുവോ, അത്രമാത്രം അത് ഹാർഡായിട്ട് മാറി അത് ആ കാഠിന്യം, അതിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ചില മനുഷ്യരുടെ ജീവിതത്തിൽ ചില പരുക്കൻ അനുഭവങ്ങൾ, നിലപാടിൽ കടന്നു വരുമ്പോൾ അവർ കാഠിന്യമുള്ള മനുഷ്യരായിട്ട് മാറുന്നതായിട്ട് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എല്ലാത്തിനോടും വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന മക്കളായിട്ട് മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു സഹോദരി അവളുടെ വിവാഹത്തിന് അവൾ അത്ര ഒരുക്കമല്ലായിരുന്നു. എങ്കിലും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ആ വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ അത് പരാജയപ്പെട്ടു പോകുമ്പോൾ എല്ലാ പുരുഷന്മാരോടും അവൾ വെച്ച് പുലർത്തുന്ന മനോഭാവം തന്നെയാണ് വെറുപ്പിൻ്റെ മനോഭാവം. ഇതുപോലെ കാഠിന്യമുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറിത്തീരുന്ന അനുഭവങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ഈ തിളച്ച വെള്ളത്തിലേക്ക് ഒരു തരി കാപ്പിപ്പൊടി എടുത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ സ്വഭാവവും മണവും രുചിയും അത് മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ പോസിറ്റീവായിട്ട് ആ പ്രശ്നത്തെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവത്തിലേക്ക്, ഒരു തലത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാനായിട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ഈ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ വ്യത്യസ്തമായ നിലപാടുകൾ അത് നമ്മൾ വളർത്തുവാനുള്ള ഒരവസരമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. മദർ തെരേസ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ധനികനായ മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടുമ്പോൾ ആ മനുഷ്യൻ അവളുടെ മേൽ തുപ്പിക്കൊടുക്കുകയാണ്, അവളുടെ കൈവെള്ളയിലേക്ക് തുപ്പുകയാണ്. അപ്പോൾ ഈ അമ്മ പറഞ്ഞ ഒരു വാക്യമുണ്ട്, എനിക്കുള്ളതായി ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരിക. അത് ആ മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. ആ കഠിന ഹൃദയം ഉരുകിത്തീരുകയാണ്. അവൻ മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് മദർ തെരേസയുടെ വലിയൊരു സപ്പോർട്ടറായിട്ട് ഈ മനുഷ്യൻ മാറുകയാണ്. അതുപോലെ ഫ്രാൻസിസ് അസീസി, ഈ മഹാൻ വിശുദ്ധനായ ഈ ഫ്രാൻസിസ് അസീസി മാർപ്പാപ്പയോട് ചെന്ന് വചനം പ്രഘോഷിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള അനുവാദം ചോദിച്ചപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, നീ പന്നികളോട് പോയി സംസാരിക്കാനാണ് പറഞ്ഞത്. അത്ര ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുകയാണ്. പന്നികളോട് അനുസരണത്തിൻ്റെ പേരിൽ പന്നികളോട് സുവിശേഷം പ്രഘോഷിച്ചു. അത് അനുസരണമാണ് ദൈവത്തോടുള്ള. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് അനുസരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ആ മനുഷ്യൻ ഇന്ന് രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുക. അതുപോലെ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു നിലപാട്, ദൈവത്തോട് ചേർന്നുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ 3 വ്യത്യസ്തമായ നിലപാടുകൾ നമ്മൾ കണ്ടു. 1 അലിഞ്ഞില്ലാതാവുന്നു, 2 കാഠിന്യമുള്ളതാവുന്നു, 3 ആ പ്രശ്നത്തെ തന്നെ അതിന് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് സാധിക്കുക. കർത്താവിനോട് കൂടെ നിൽക്കുമ്പോഴാണ് നമുക്കതിന് സാധ്യമാവുക.
കർത്താവിൻ്റെ കൃപയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, നല്ല നിലപാടുകളിലേക്ക് കടന്നു വരാൻ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആ സഹായമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുക, നമ്മളെ മുന്നോട്ട് നയിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇത്രയേറെ സങ്കീർണമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വരിക. ഈശോ അപ്പം മുറിച്ചു കൊടുക്കുന്ന ആ വലിയൊരു സംഭവം, വലിയൊരു അത്ഭുതം, വലിയ ഒരു രഹസ്യത്തിൻ്റെ മുന്നാസ്വാദനം. പക്ഷെ അത് വ്യത്യസ്തമായ തലങ്ങളിലേക്ക്, മാനുഷികമായ തലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒത്തിരിയേറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. 5000-ഓളം പുരുഷന്മാരെന്നാ പറയുക. അതിനർത്ഥം അതിൻ്റെ ഇരട്ടി സ്ത്രീകൾ ഉണ്ടാവാമായിരിക്കാം ഒരു പക്ഷേ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആത്മീയ പ്രഭാഷണം കേൾക്കാൻ അല്ലെങ്കിൽ ഒരു ധ്യാന പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളും കുട്ടികളുമായിരിക്കും. പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവായിരിക്കും, പക്ഷെ പുരുഷന്മാരുണ്ടായിരിക്കും, പക്ഷെ അവരുടെ എണ്ണത്തിൽ അവർ കുറവായിരിക്കും. അപ്പോൾ സുവിശേഷകൻ ഇവിടെ എണ്ണത്തിൽ കുറച്ച് ഉള്ള വ്യക്തികളെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. 5000-ഓളം പുരുഷന്മാരെന്ന് പറയുമ്പോൾ ഏകദേശം 15,000-ഓളം പേര് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയും മനുഷ്യർക്ക് വിശക്കുന്നു, വിശപ്പനുഭവിക്കുന്ന ഇത്രയും പേർ, അത് വലിയൊരു പ്രശ്നമാണ്. വിശന്നു കഴിഞ്ഞാൽ കണ്ണ് കാണത്തില്ലെന്നാണ് എല്ലാവരും പറയുക. എനിക്ക് വിശന്നു കഴിഞ്ഞാൽ കണ്ണ് കാണത്തില്ല. നമ്മളിൻ്റെ മനുഷ്യൻ നമ്മുടെ ആ സ്വഭാവത്തിൽ നിന്ന്, നല്ല സ്വഭാവത്തിൽ നിന്ന് അവൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാറ്റങ്ങളുണ്ടാവും. അവൻ്റെ സ്വഭാവം മൃഗതുല്യമായിട്ട് മാറുന്ന അവസരങ്ങളും പല അവസരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യൻ വിശന്നു കഴിഞ്ഞാൽ അവർക്ക് താങ്ങുവാനായിട്ട് സാധിക്കില്ല. ഇതുപോലെ അപ്പോൾ ഇത്രയും വലിയൊരു ജനാവലി, അവർക്ക് വിശന്നു, അവർ തളർന്നു, അവർക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല, വിജന പ്രദേശമാണ്. അപ്പോൾ ഈശോ ഈ അഭിമുഖീകരിക്കുന്ന ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ശിഷ്യന്മാരും ഈശോയും അഭിമുഖീകരിക്കുന്ന ഈ ഒരു പ്രശ്നം, ഇതെങ്ങനെ പരിഹരിക്കും, എന്താണ് അതിനുള്ള ഒരു പരിഹാരം എന്ന് ചിന്തിക്കുകയാണ് ഇവിടെ. ഈശോ ആദ്യം മനുഷ്യർക്കൊരു സാധ്യത കൊടുക്കുകയാണ്, തൻ്റെ ശിഷ്യന്മാർക്കൊരു സാധ്യത കൊടുക്കുകയാണ്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ട്. ആ വന്നിരിക്കുന്ന ജനാവലിക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുവാനായിട്ട് മനുഷ്യനോട് ഈശോ ആവശ്യപ്പെടുകയാണ്. ദൈവം എന്ന നിലയിലല്ല, മാനുഷികമായ നിലയിൽ ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ഈശോ ആദ്യം തുനിയുകയാണ്. തൻ്റെ ശിഷ്യരോട് പറയുകയാണ്, അവർക്ക് നിങ്ങൾ ആഹാരം കൊടുക്കുക. എന്നാൽ അവർക്കത് സാധ്യമായിരുന്നില്ല. കാരണം പ്രായോഗികമായ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നാമത് അത് വിജന പ്രദേശമായിരുന്നു, ഗ്രാമങ്ങളാണെങ്കിൽ ദൂരെയായിരുന്നു, അതിന് അത്രയും പണം ഒരുപക്ഷെ അവരുടെ കയ്യിലുണ്ടാവുകയില്ല. അങ്ങനെ ഒത്തിരിയേറെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പരിമിതികൾ, മനുഷ്യൻ്റെ പരിമിതികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടി, അല്ലെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ ഒത്തിരിയേറെ പരിമിതികൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവൻ്റെ വിശപ്പ്, ആധ്യാത്മികമായിട്ടുള്ള വിശപ്പ് മാറ്റാൻ, അവൻ്റെ ജീവിതത്തിൽ പരിപൂർണമായ സംതൃപ്തി ലഭിക്കുവാനായിട്ട് അവൻ നെട്ടോട്ടമോടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പരിമിതികളുണ്ട്. ഒരുപക്ഷെ അവനെ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാൻ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവാം. അത് ഭൗതികമാകാം, ആത്മീയമാകാം, ധാർമ്മികമാകാം. ഏത് തരത്തിലായാലും അവനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടാവാം. ഇവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ മനസ്സിലാക്കുക. അവിടെ 5 അപ്പവും 2 മീനും അവർ കൊടുക്കുവാൻ തയ്യാറായി. ഈ 5 അപ്പവും 2 മീനും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് മനുഷ്യൻ്റെ പരിമിതിയെയാണ് എടുത്തു കാട്ടുക. കാരണം ഈ 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ഓളം പുരുഷന്മാരെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. ഒരിക്കലും അതുകൊണ്ട് സാധ്യമല്ല. അപ്പോൾ മനുഷ്യൻ്റെ ആധ്യാത്മിക വിശപ്പ് മാറ്റാൻ, അല്ലെങ്കിൽ അവൻ്റെ പൂർണ്ണതയിലേക്കുള്ള യാത്ര അത് പൂർത്തീകരിക്കുവാൻ ഈ മനുഷ്യൻ്റെ പരിമിതികൾ അവനെ തടസ്സപ്പെടുത്തുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നത്. ദൈവം അവിടെ ഇടപെടുക, നിങ്ങൾ 5 അപ്പവും 2 മീനും എനിക്ക് തരിക. അതുപോലെ തന്നെ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കൃതജ്ഞതയിൽ നിന്നാണ്. കൃതജ്ഞതാ നിർഭരമായൊരു മനസ്സാക്ഷിയോടുകൂടെ നമ്മൾ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ, അതെടുത്ത് വാഴ്ത്തുമ്പോൾ, അത് വലിയ വലിയ അത്ഭുതങ്ങളിലേക്ക് അത് നയിക്കപ്പെടുന്നുണ്ട്. ഈശോ അത് കാണിച്ചു തരികയാണ്. ഈശോ അപ്പമെടുത്ത് ഉയർത്തി വാഴ്ത്തി പിതാവിന് സമർപ്പിച്ച് അത് വിളമ്പാനായി കൊടുക്കുകയാണ്. അങ്ങനെ വിളമ്പി ആ സമൃദ്ധിയിലേക്ക് ദൈവം ഇങ്ങനെ മനുഷ്യരെ കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം
12 കുട്ട നിറയെ അവർ ശേഖരിച്ചു എന്ന് പറയും. കർത്താവിൻ്റെ കൃപയ്ക്ക് അതിരില്ല. കർത്താവിൻ്റെ കൃപയ്ക്ക് അതിരില്ല. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. അത് ഓരോ പ്രഭാതത്തിനും പുതിയതാണെന്ന് പറയുക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുക: ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, അതെനിക്ക് പ്രത്യാശ നൽകുന്നു. എന്താണ് ആ പ്രത്യാശ നൽകുന്ന കാര്യം? കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. കർത്താവിൻ്റെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ ഇടപെടൽ ഓരോ ദിവസവും പുതിയതാണ്. നമ്മുടെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളാണ്. ഇന്നുള്ള എൻ്റെ പ്രശ്നങ്ങളല്ല നാളെ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഓരോ ദിവസവും അതിനെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മൾ സ്വീകരിക്കണം. കാരുണ്യത്തിൽ നമ്മൾ വളരണം. ദൈവത്തോട് കൃതജ്ഞതയുള്ളവരാവണം. അപ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ ഈശോ അതെടുത്ത് വാഴ്ത്തി മുറിച്ച് അവർ കൊടുത്തു, സമൃദ്ധിയായി കൊടുത്തു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. തൃപ്തിയോടുകൂടി അവർ ഇരിക്കുമ്പോൾ 12 കുട്ട നിറയെ അവർ സ്വീകരിച്ചു. അത് കർത്താവിൻ്റെ കൃപയുടെ അടയാളമാണ്. ഈ 12 കുട്ട നിറയെ ബാലൻസ് കഷ്ണങ്ങൾ അവർ ശേഖരിച്ചു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കൃപ അത് പരിപൂർണമാണ്. അത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാരുണ്യമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു അത്ഭുതം പരിശുദ്ധ കുർബാനയുടെ ഒരു മുന്നാസ്വാദനം കൂടെയാണ്. ഈശോ മുറിച്ചു നൽകിയ മനുഷ്യൻ്റെ പരിമിതികളിലേക്ക്, മനുഷ്യൻ്റെ പാപജീവിതത്തിലേക്ക് തന്നെ മുറിച്ചു കൊടുക്കുകയാണ്, സമൃദ്ധിയായി കൊടുക്കുകയാണ്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനുമാണ്. അപ്പം ജീവനാണ്. ആ ജീവൻ നൽകുന്ന ജീവൻ്റെ അപ്പത്തെ ഈശോ മുറിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നാസ്വാദനമാണ് ഈ 5000 പേർക്ക് ഈശോ മുറിച്ചു നൽകിയ അപ്പക്കഷ്ണവും മത്സ്യവും. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ കൃതജ്ഞതയോടുകൂടെ മനുഷ്യൻ്റെ പരിമിതികൾ ഏറ്റെടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ദൈവത്തിന് പരിപൂർണമായി പിതാവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപ ഓരോ മക്കളിലേക്ക് ഒഴുക്കുന്നത് അവൻ മുറിച്ചു നൽകിക്കൊണ്ടാണ്. ഈ മുറിച്ചു നൽകുന്ന ഈ സ്നേഹത്തോടാണ് നമ്മൾ കൃതജ്ഞതാ നിർഭരരായി ഇരിക്കേണ്ടത്. അപ്പോൾ കർത്താവിൻ്റെ സമൃദ്ധിയിൽ പങ്കുചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃതജ്ഞതയുള്ളവരാകണം. ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധ്യാനിക്കുന്നവരാകണം. അതുകൊണ്ട് 1-ാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് യെശയ്യാ പ്രവാചകൻ ക്ഷണിക്കുകയാണ് ഇസ്രായേൽ മക്കളെ ഈ മനുഷ്യപുത്രൻ്റെ അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ അടുത്തു നിന്ന് അപ്പവും വീഞ്ഞും സൗജന്യമായിട്ട് കഴിക്കുക, ഭക്ഷിക്കുക. സൗജന്യമായിട്ട് അപ്പവും വീഞ്ഞും തേനും പാലും ഒഴുകുന്ന ആ ദേശത്തെ ആ ഒരു അനുഗ്രഹം സമൃദ്ധിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് യെശയ്യാ പ്രവാചകൻ നമ്മളെ ഇന്ന് ക്ഷണിക്കുന്നത് ഈ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവികമായ കൃപകളും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും ധ്യാനിച്ചുകൊണ്ട് വിശ്വസ്തരായി ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മളെ കർത്താവ് ക്ഷണിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ സമൃദ്ധിയിൽ നിന്ന് സൗജന്യമായി നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മളെ നിരന്തരം നയിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58:11 നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി ഉണ്ടാകും, നിന്റെ അസ്ഥികൾ തളിർക്കും, നീ നനച്ച പൂന്തോട്ടം പോലെയും പറ്റാത്ത അരുവി പോലെയുമായിത്തീരും. ഇത് ദൈവം നയിക്കുന്ന ജനങ്ങളാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഏത് പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും, എത്രമാത്രം നമ്മളെ പിഴുതെറിയുന്ന തകർത്തെറിയുന്ന അനുഭവങ്ങൾ നമ്മൾ നേരിട്ടാലും, എത്രയേറെ മരുഭൂമി അനുഭവങ്ങൾ, നമ്മൾ തളർന്നു പോകുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, എത്രമാത്രം രാത്രികളിൽ നമ്മൾ ഒറ്റപ്പെട്ട് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അവസരങ്ങൾ ഉണ്ടായാലും, മനുഷ്യർ നമ്മളെ മാറ്റി നിർത്തുന്ന അവഗണിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും എപ്പോഴും ഓർക്കുക, നമ്മളെ നയിക്കാൻ നമ്മുടെ കർത്താവുണ്ട്. നമ്മുടെ പോരായ്മകളിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പോരായ്മകളെ, കുറവുകളെ നിറവുകളാക്കി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം, കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസം, അവൻ്റെ കരുണയിലുള്ള ആഴത്തിലുള്ള ആ ഒരു ഇടപെടലുകൾ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകും. നമ്മൾ ഒറ്റക്കല്ല, നമ്മളോട് കർത്താവുണ്ട്, നമ്മുടെ വലതുവശത്ത് കർത്താവുണ്ട്. 121-ാമത്തെ സങ്കീർത്തനം പറയുന്നത് കർത്താവ് നിന്റെ കാവൽക്കാരനെന്ന്. പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി ഞാൻ ചോദിച്ചു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് എനിക്ക് സഹായം ലഭിക്കുക. കർത്താവിൻ്റെ വലതുവശത്തുണ്ട്, കർത്താവിൻ്റെ കാവൽക്കാരനാണ്.
ഞാൻ ഇടറുവാനോ തളർന്നു വീഴുവാനോ കർത്താവ് അനുവദിക്കുകയില്ല. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരിമിതികളിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ്, നമ്മളുടെ കാവൽക്കാരനായി നിൽക്കുന്ന കർത്താവ് നമ്മളെ തകർന്നു പോകാൻ ഒരിക്കലും അനുവദിക്കില്ല. വിശ്വസ്തയോടുകൂടെ കർത്താവിൻ്റെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വചനജായ 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 വചനജായ